ഗ്രാമത്തിൽ മാതൃശക്തിയുള്ള ആളുകൾ താമസിച്ചിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനാണ് ആരവ്. ആരവിന് മാതൃശക്തി ഉണ്ടായിരുന്നില്ല, പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ശക്തിയായിരുന്നു അവനുണ്ടായിരുന്നത്. അവന് മാന്ത്രികരെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലെ മാന്ത്രികൻ മാലിക് അപ്രത്യക്ഷനായി മാറുന്നു. എന്ത്? നിങ്ങളപ്പോൾ എവിടെയായിരുന്നു? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാലിക്കിനെ കണ്ടെത്തേണ്ടതാണ്. നമുക്ക് ആദ്യം ആരവിനെ വിളിച്ച് കാര്യം പറയേണ്ടതുണ്ട്. ആ പോകുന്നത് ആരവല്ലേ? അവനെ വിളിക്കൂ. ആരാവ്? എന്നെ ആരാവ് വിളിച്ചോ? ആരാ അത്? ഹോ, നിങ്ങളായിരുന്നോ? എന്താണ് ഗ്രാമവാസികളെ ഇവിടെ? നമ്മുടെ മാന്ത്രികൻ മാലിക്കിനെ കാണാനില്ല. അവൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ഓ, എന്ത്? നീ അവനെ കണ്ടെത്താൻ സഹായിക്കണം. അത് പിന്നെ ഞാനോ? ശരി, ഞാൻ കണ്ടെത്താം. നീ തീർച്ചയായും വിജയിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പോയി വരൂ. ഇതല്ലേ ഗ്രാമത്തിന്റെ അതിർത്തി? ആരാ അവിടെ? അതൊരു മുത്തശ്ശിയല്ലേ? മുത്തശ്ശി. ആരാത്? ആരവ് മോനോ? മോനെന്താ ഈ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണോ? അല്ല മുത്തശ്ശി, അത് ഒരു കാര്യമുണ്ട്. ആരവ് മുത്തശ്ശിയുടെ കാര്യങ്ങൾ പറയുന്നു. എന്ത്? മാലിക്കിനെ കാണാനില്ലെന്നോ? മുത്തശ്ശി മാലിക്കിനെ കണ്ടിരുന്നോ? അത് ആരവ് മോനെ, ഞാനൊരു നിഴൽ രൂപം അങ്ങോട്ട് പോകുന്നത് കണ്ടു. അത് മാലിക്കാണോ എന്നറിയില്ല. മുത്തശ്ശി, അത് ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് മുത്തശ്ശി കണ്ടിരുന്നോ? മോനെ, അത് ഒരു വനപ്രദേശമാണ്. പിന്നെ അതൊരു മാന്ത്രിക വനമാണ്. എന്റെ മനസ്സ് പറയുന്നു മാലിക് ആ വനത്തിലുണ്ടെന്ന്. മുത്തശ്ശി മാന്ത്രിക വനത്തെ കുറിച്ച് പറയുന്നു. അത് സുരക്ഷിതമല്ല. ആ വനത്തിൽ ഒരു കറുത്ത നിഴൽ കൂടിയുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയായാലും മാലിക്കിനെ രക്ഷിക്കണം. നമ്മുടെ ഗ്രാമത്തിലെ ഒരാളല്ലേ മാലിക്കും. ഞാൻ അവനെ കണ്ടെത്തും, രക്ഷിക്കും. ആരവ് ആ മാന്ത്രിക വനത്തിൽ പ്രവേശിച്ചു. അവിടെ ഒരു മാന്ത്രിക പക്ഷി പ്രത്യക്ഷപ്പെട്ടു. ആരാണ് നീ? എന്ത്? സംസാരിക്കുന്ന പക്ഷിയോ? നീ ആരാണ്? ഇത് മാന്ത്രിക വനമാണെന്ന് മറന്നോ? ഇവിടെ എന്നെ പോലെ പലതുമുണ്ട്. എന്തിനാണ് വന്നത്? ഞാൻ ആരവ്. എന്റെ ഗ്രാമത്തിലെ മാലിക്കിനെ അന്വേഷിച്ചു വന്നതാണ് ഞാൻ. മാലിക്കോ? മാലിക് ഒരു മാന്ത്രികനല്ലേ? അപ്പോ നീ ഒരു മാന്ത്രിക പക്ഷിയാണല്ലേ? മാലിക്കിനെ എങ്ങനെ അറിയാം? അതെ, ഞാനൊരു മാന്ത്രിക പക്ഷിയാണ്. എനിക്കെല്ലാം അറിയാം. ശരി, മാലിക്കിനെ കാണുന്നില്ല. ഗ്രാമവാസികൾ രാവിലെ മുതൽ അവനെ തിരയുകയാണ്. അവനെ ഈ വനത്തിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ നിന്റെ കയ്യിൽ ഒരു മാന്ത്രിക കല്ല് ഉണ്ടായിരിക്കണം. അതുപയോഗിച്ച് ആ കറുത്ത നിഴലിന്റെ കയ്യിൽ നിന്ന് മാലിക്കിനെ രക്ഷിക്കാൻ സാധിക്കൂ. മാന്ത്രിക കല്ലോ? അതെന്താണ്? അതെ, ചന്ദ്രക്കല്ല് എന്നാണ് അതിന്റെ പേര്. അതൊരു മാന്ത്രിക കല്ലാണ്. അതെവിടെ കാണും? നിനക്കറിയാമോ? അത് നീ സ്വയം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ആരവ് ആ മാന്ത്രിക കല്ല് ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തുന്നു. എന്നാൽ അവിടെ ആ കറുത്ത രൂപം ഉണ്ടായിരുന്നു. എന്താണത്? ഓ, അപ്പോ നീയാണല്ലേ ആ കറുത്ത രൂപം? മാലിക് എവിടെയാണ്? നീ എവിടെയാണ് അവനെ കൊണ്ടുപോയത്? ഓ, അപ്പോ നീ മാലിക്കിനെ അന്വേഷിച്ച് വന്നയാളാണല്ലേ? അവനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം ഒരു വെല്ലുവിളി നേരിടണം. എന്ത് വെല്ലുവിളിയാണ് ഞാൻ നേരിടേണ്ടത്? ആ കറുത്ത രൂപം അവനെയും കുട്ടി ഒരു മാന്ത്രിക മേടയിലേക്ക് പോയി. അവിടെ മാലിക് ഉണ്ടായിരുന്നു. പക്ഷേ അതെ, മാലിക് ഒരു കല്ലായി മാറിയിരുന്നു. മാലിക് എങ്ങനെ ഒരു കല്ലായി മാറിയേ? ഇതെന്താണിത്? ആ കറുത്ത രൂപം എവിടെ? ആരവ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അവിടെ ആ കറുത്ത രൂപത്തെ കാണാൻ സാധിച്ചില്ല. അത് പോയോ? ഇനി എന്തു ചെയ്യും?
അതിനെ എങ്ങനെ നശിപ്പിക്കണം? പിന്നെ എങ്ങനെ മാലിക്കിനെ രക്ഷിക്കുക? ഒന്നും അറിയില്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് ആ മാന്ത്രിക പക്ഷി വരുന്നത്. ഈ മാലിക്കിനെ കണ്ടെത്തിയോ? ആ, കണ്ടെത്തി മാതിര പക്ഷി. പക്ഷേ ആരവ് പക്ഷിക്ക് കല്ലായി മാറിയ മാലിക്കിനെ കാണിച്ചു കൊടുക്കുന്നു. മാലിക്കിനെ എങ്ങനെ പഴയ പോലെയാക്കും? കല്ലിനെ തകർത്ത് മാലിക്കിനെ രക്ഷിക്കാൻ സൂര്യപ്രകാശത്തിന്റെ ഒരു കിരണം വേണം. അത് നീ കണ്ടുപിടിക്കണം. മാലിക് അത് കണ്ടെത്താൻ പോയി. അവൻ മാന്ത്രിക മേടിന് മുകളിൽ നിന്ന് ചന്ദ്രക്കല്ല് ഉപയോഗിച്ച് കിരണം കണ്ടെത്തുന്നു. അതുപയോഗിച്ച് അവൻ മാലിക്കിനെ രക്ഷിക്കുന്നു. മാലിക്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കറുത്ത നിഴൽ രൂപം അതെന്നെ. മാലിക്, എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ അത് വിടൂ, നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. ശരി, നമുക്ക് പോകാം. ആരോ, നീ ഒരു യഥാർത്ഥ മാന്ത്രികനാണ്. നീ എന്നെ രക്ഷിച്ചു. വളരെ നന്ദിയുണ്ട്. അങ്ങനെ അവർ ഗ്രാമത്തിലേക്കെത്തി. മാലിക് അവനൊരു സമ്മാനമായി ഒരു വാൾ നൽകുന്നു. നന്ദിയുണ്ട് മാലിക്. ഏയ്, അതിന്റെ ആവശ്യമില്ല. നീ എന്നെ രക്ഷിച്ചു. പിന്നെ ഈ വാൾ നിന്റെ ശക്തിയുടെ പ്രതീകമാണ്. നിനക്കത് ഉപകരിക്കും. ആരവ് ആ വാൾ ഉപയോഗിച്ച് ഗ്രാമവാസികളെ സഹായിച്ചു. അങ്ങനെ ഗ്രാമവാസികൾ ആരവിനെ മാന്ത്രിക യോദ്ധാവെന്ന് വിളിച്ചു. ആരവ് ഒരു യാത്രയ്ക്ക് പോകുന്നു. എന്നാൽ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു പെൺകുട്ടി അവനെ കാത്തു നിന്നിരുന്നു.